Hi all, welcome to Calculus Learning. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് സെമസ്റ്റർ 6ലെ റിയൽ അനാലിസിസ് 2 എന്ന് പറയുന്ന പേപ്പറിന്റെ ഒരു സിലബസ് ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോൾ നമുക്കറിയാം റിയൽ അനാലിസിസ് 2 എന്ന് പറയുന്നത് S5ൽ നമ്മൾ പഠിച്ച റിയൽ അനാലിസിസ് 1ന്റെ ബാക്കിയായിട്ട് വരുന്ന പേപ്പറാണ്. സെയിം ടെക്സ്റ്റ് ആണ്. ആ ടെക്സ്റ്റിൽ നമ്മൾ എവിടെ പഠിച്ചു നിർത്തിയോ അതിന്റെ ബാക്കിയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾ S5ന്റെ എക്സാം കഴിഞ്ഞിട്ട് റിയൽ അനാലിസിസിന്റെ നോട്ട്ബുക്ക് ഒക്കെ എടുത്ത് എവിടെയെങ്കിലും ഒക്കെ കളഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ആ നോട്ട്ബുക്ക് ഒക്കെ എത്രയും പെട്ടെന്ന് തിരിച്ചെടുത്ത് വെക്കാം. കാരണം S6ൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് വന്നാലും നമുക്ക് ആ നോട്ട് എടുത്ത് നോക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എന്തായാലും അതൊന്ന് എടുത്തു വെച്ചേക്കാൻ നോക്കുക കേട്ടോ. പിന്നെ നമുക്ക് ടെക്സ്റ്റിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ S5ൽ പഠിച്ച അതേ ടെക്സ്റ്റാണ് RG ബാർട്ടിൽ ഡി ഷെർബർട്ടിന്റെ ഇൻട്രൊഡക്ഷൻ ടു റിയൽ അനാലിസിസ് 4th എഡിഷൻ. അപ്പോൾ ഈ ടെക്സ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു ടെലിഗ്രാം ചാനൽ കൊടുത്തേക്കാം. ആ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട S6ലെ ടെക്സ്റ്റുകളെല്ലാം അതിനകത്ത് കാണും. ആ ടെക്സ്റ്റുകൾ ഫോളോ ചെയ്ത് പഠിക്കുന്നതായിരിക്കും നിങ്ങൾ S5 S6ൽ എപ്പോഴും നല്ലത്. ഓക്കെ, S6 എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ട് BSc മാത്തമെറ്റിക്സിൽ ഏറ്റവും മെയിൻ സാധനങ്ങൾ പഠിക്കുന്ന ഒരു സിലബസ് ആണ് അല്ലേ. അപ്പോൾ അതിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്ത് തന്നെ പഠിക്കുക. നിങ്ങൾ ഹയർ സ്റ്റഡീസിന് മാത്സ് പഠിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും S6നെ സംബന്ധിച്ചിടത്തോളം ടെക്സ്റ്റ് കൂടി ഫോളോ ചെയ്ത് പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമുക്ക് സിലബസ് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് നമ്മളുടെ സിലബസിൽ വരുന്നത്? 3 മൊഡ്യൂൾസ് ആണ് നമുക്ക് വരുന്നത്. 3 മൊഡ്യൂൾസിൽ 1 കണ്ടിന്യൂറ്റി, 2 ഡിഫറൻഷ്യബിലിറ്റി, 3 ഇൻറ്റഗ്രബിലിറ്റി. ഈ 3 വാക്കുകൾ നിങ്ങൾക്ക് വളരെ വളരെ ഫെമിലിയർ ആണ്. നിങ്ങൾ സ്കൂൾ ക്ലാസ് മുതൽ കേൾക്കുന്ന വാക്കുകളാണ്, കാൽക്കുലസിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതിൻ്റെയൊക്കെ റിയൽ അനാലിസിസ് വേർഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട തിയറംസ്, അതിൻ്റെ പ്രൂഫ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെമ്മിൽ നിങ്ങൾക്ക് വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുവാണെങ്കിൽ ചെയിൻ റൂൾ എല്ലാവർക്കും അറിയാം അല്ലെ. ഇപ്പോൾ 2 ഫംഗ്ഷന്റെ കോമ്പിനേഷന്റെ ഡെറിവേറ്റീവ് എടുക്കണമെങ്കിൽ ആദ്യം വരുന്നതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക, പിന്നെ അതിനകത്ത് വരുന്നതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ സിലബസിൽ ഈ ഒരു സെമിസ്റ്ററിൽ ചെയിൻ റൂളിൻ്റെ പ്രൂഫ് വരും. എന്തുകൊണ്ടാണ് ചെയിൻ റൂൾ വർക്ക് ആവുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾ എൽഹോപ്പിത്താൽ റൂൾ പഠിച്ചിട്ടുണ്ട്, അപ്പോൾ എന്തുകൊണ്ടാണ് എൽഹോപ്പിത്താൽ റൂൾ വർക്ക് ആവുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെമിസ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ ഈ പറഞ്ഞ 2 സാധനങ്ങളും എക്സാമിന് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് സിലബസ് ഒന്ന് നോക്കാം. നോക്കിയിട്ട് ആദ്യം പഠിക്കുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൽ നമുക്ക് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ, സീക്വൻഷ്യൽ ക്രൈറ്റീരിയൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്കണ്ടിന്യൂറ്റി ക്രൈറ്റീരിയൻ എന്ന് പ്രോബ്ലം ആയിരിക്കും ചോദിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് കൊണ്ടുണ്ട്. ആ പ്രോബ്ലംസ് എക്സാമിന് ചോദിക്കാറുണ്ട്. കോമ്പിനേഷൻ ആൻഡ് കോമ്പോസിഷൻ ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് വിത്ത് എക്സാമ്പിൾസ്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ഇൻ്റർവൽസ്, യൂണിഫോം കണ്ടിന്യൂറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലിപ്ഷിറ്റ്സ് ഫംഗ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ തിയറം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ശരിക്കും ഈ സിലബസിലുള്ള ഓരോ വാക്കുകളും ടെക്സ്റ്റിലെ ഓരോ സെക്ഷൻസിൻ്റെ ഹെഡിങ് ആണ്. ആ സെക്ഷൻസിൻ്റെ ഹെഡിങ്ങിൽ തന്നെ വരുന്ന കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ തിയറം എന്ന് പറയുന്ന പേര് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. പേരുള്ള തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പേരുള്ള ഒരു തിയറം സിലബസ് തന്നെ വരുമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ തിയറം നമ്മളുടെ എക്സാമിന് ചോദിക്കാൻ വളരെ വളരെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും പഠിച്ചു വെച്ചേക്കാം. നെക്സ്റ്റ് ഡിഫറൻസിയേഷൻ ആണ്. ഡിഫറൻസിയേഷൻ്റെ മൊഡ്യൂളിലും ഇതേപോലെ തന്നെയാണ്. നോക്കിയടാ, ഡെഫിനിഷൻ ആൻഡ് എക്സാമ്പിൾസ് ഓഫ് ഡിഫറൻഷ്യബിലിറ്റി പഠിക്കണം. ഡിഫറൻഷ്യബിലിറ്റി ഓഫ് സം ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് ഫംഗ്ഷൻസ്, അത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ, സമ്മിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും ഫംഗ്ഷൻ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേട്ടോ, ചെയിൻ റൂൾ വന്നേക്കുന്നുണ്ടോ. ചെയിൻ റൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കും. എഗെയിൻ പേരുള്ള തിയറം, കരാത്തിയോഡറി തിയറം എക്സാമിന് ചോദിക്കാം. ഡെറിവേറ്റീവ് ഓഫ് ഇൻവേഴ്സ് ഓഫ് ഫംഗ്ഷൻ, ഇന്റീരിയർ എക്സ്ട്രീമം തിയറം വെരി വെരി ഇമ്പോർട്ടൻറ്റ്. റോൾസ് തിയറം, മീൻ വാല്യൂ തിയറം, ഇതൊക്കെ എന്താണെന്ന് നമുക്കറിയാം. അതിൻ്റെ പ്രൂഫാണ് പഠിക്കുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെക്സ്റ്റ്, ഇൻ്റർമീഡിയറ്റ് വാല്യൂ പ്രോപ്പർട്ടി ഓഫ് ഡെറിവേറ്റീവ്സ്, ഡാർബോക്സ് തിയറം, ഇവരെല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യമായിട്ട് തന്നെ പഠിച്ചോ. നെക്സ്റ്റ് ഇൻറ്റഗ്രേഷൻ. അപ്പോൾ കണ്ടിന്യൂറ്റി പഠിച്ചിട്ട് ഡിഫറൻഷ്യബിലിറ്റി പഠിച്ചിട്ടാണ് നമ്മൾ റൈമാൻ ഇൻറ്റഗ്രേഷനിലേക്ക് കിടക്കുന്നത്. അപ്പോൾ റൈമാൻ ഇൻറ്റഗ്രലിൻ്റെ ഡെഫിനിഷൻ എന്താണ്, റൈമാൻ സം എന്താണ്, റൈമാൻ ഇൻറ്റഗ്രബിലിറ്റി എന്താണ്, പ്രോപ്പർട്ടീസ് ഓഫ് റൈമാൻ ഇൻറ്റഗ്രൽ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കോഷി ക്രൈറ്റീരിയൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ക്യൂസ് തിയറം നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇൻറ്റഗ്രേഷനിലെ സ്ക്യൂസ് തിയറം ആണ് ഇവിടെ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്, റൈമാൻ ഇൻറ്റഗ്രബിലിറ്റി ഓഫ് സ്റ്റെപ്പ് ഫംഗ്ഷൻസ് ഉണ്ട്, കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഉണ്ട്, മോണോട്ടോൺ ഫംഗ്ഷൻസ് ഉണ്ട്. പിന്നെ ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ശരിക്കും ഈ സിലബസിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു സാധനം എന്നറിയാമോ, സിലബസിൽ മൊഡ്യൂളിലെ അവസാനം വരുന്ന പേരുള്ള തിയറമൊക്കെ ഓൾമോസ്റ്റ് 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ സിലബസിൽ നിന്ന് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ റോൾസ് തിയറം, മീൻ വാല്യൂ തിയറം എക്സാമിന് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. ഇൻ്റർമീഡിയറ്റ് വാല്യൂ പ്രോപ്പർട്ടി, അതേപോലെ തന്നെ ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ്, ചെയിൻ റൂൾ, ഇതൊക്കെ എക്സാമിന് ചോദിക്കാൻ പറ്റിയ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ സിലബസ് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചുകൊണ്ടിരിക്കേണ്ട സമയമല്ല ഇപ്പോൾ എല്ലാം പഠിക്കേണ്ട സമയമാണ്. എക്സാം ആവാറാകുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞുതരാം.
അപ്പോൾ ക്ലാസ് വേണ്ടവർക്ക് നമ്മളുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ക്ലാസ് കിട്ടും. ജനുവരി 15 വരെ നമുക്ക് ഓഫർ ഉണ്ട്. 1299 രൂപയ്ക്ക് ഒരു പേപ്പർ കിട്ടും. 4 പേപ്പർ എടുത്തു കഴിഞ്ഞാൽ 5 പേപ്പർ ഒരുമിച്ച് കിട്ടും. അപ്പോൾ ഓഫറൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ഫ്രീ ക്ലാസ് വേണ്ടവരും അതേ വാട്സാപ്പ് നമ്പറിൽ തന്നെ മെസ്സേജ് അയക്കുക. ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോ കമൻറ്റ് ചെയ്തോ ചോദിക്കാവുന്നതാണ്. സോ ബാക്കി പേപ്പറുകളുടെയൊക്കെ സിലബസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് കാൽക്കുലസ് ലേണിംഗ്.